Hello all, welcome to KTU Gurukul. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് മൈക്രോപ്രോഗ്രാംഡ് CPU ഓർഗനൈസേഷൻ 6th മോഡ്യൂൾ COAയിൽ വരുന്ന ടോപ്പിക്കാണിത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ മൈക്രോപ്രോഗ്രാം CPU ഓർഗനൈസേഷന് മുന്നേ 2 ടോപ്പിക്സ് ഉണ്ട്. ഇത് മൂന്നും ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ കൺട്രോൾ ഓഫ് പ്രോസസർ യൂണിറ്റ് എന്നുള്ള ടോപ്പിക്കും ഉണ്ട്, മൈക്രോപ്രോഗ്രാം സീക്വൻസർ എന്ന ടോപ്പിക്കും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ വേറെ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്ക് കാണുന്നതിന് മുന്നേ ആ 2 വീഡിയോസ് കണ്ടാൽ ഇത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. സോ മൈക്രോപ്രോഗ്രാംഡ് CPU ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. കൺട്രോൾ യൂണിറ്റിന്റെ ഓർഗനൈസേഷന് 4 ഡിഫറെൻറ്റ് വേസ് ഉണ്ട്. 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ്, സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്, PLA കൺട്രോൾ ആൻഡ് മൈക്രോപ്രോഗ്രാംഡ് കൺട്രോൾ. സോ മൈക്രോപ്രോഗ്രാംഡ് കൺട്രോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അത് കാരണം കൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് അതിൻ്റെ 1-2 പോയിന്റ്സ് മാത്രം പറയാം. അപ്പോൾ ഈ മൈക്രോപ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റിനകത്ത് ഒരു കൺട്രോൾ മെമ്മറി എന്നുള്ളൊരു മെമ്മറി യൂണിറ്റ് ഉണ്ടായിരിക്കും. ഇതുപോലെ ഈ കൺട്രോൾ മെമ്മറിക്കകത്താണ് നമ്മുടെ മൈക്രോപ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. മൈക്രോപ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഓരോ ഇൻസ്ട്രക്ഷനും കറസ്പോണ്ടിങ് ആയിട്ട്, ലൈക്ക് ആഡ് R1, R2 എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 5-6 ലൈനുള്ള ഒരു മൈക്രോപ്രോഗ്രാം ഉണ്ടായിരിക്കും. അപ്പോൾ ആക്ച്വലി എങ്ങനെ വർക്കിംഗ് നടക്കുന്നത്, നമ്മൾ ഇൻസ്ട്രക്ഷൻ ആഡ് R1, R2നെ റീഡ് ചെയ്ത് IRൽ കൊണ്ടുവയ്ക്കുമ്പോൾ ആ ഒരു ഇൻസ്ട്രക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കൺട്രോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള മൈക്രോപ്രോഗ്രാം ആണ് ഓർ മൈക്രോ റൊട്ടീൻ ആണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് മൈക്രോപ്രോഗ്രാംഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. സോ മൈക്രോപ്രോഗ്രാം CPU ഓർഗനൈസേഷനിൽ നമുക്ക് കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. മെമ്മറി യൂണിറ്റ് ഉണ്ട്. ഇതാ ഇവിടെ മെമ്മറി യൂണിറ്റ് ഉണ്ട്. ദെൻ കൺട്രോൾ മെമ്മറി, ഇതാ മൈക്രോപ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റിൻ്റെ കൺട്രോൾ മെമ്മറി ഉണ്ട്. ദെൻ കംസ് മൈക്രോപ്രോഗ്രാം സീക്വൻസർ, ഇവിടെ മൈക്രോപ്രോഗ്രാം സീക്വൻസർ ഉണ്ട്. ആൻഡ് ദ പ്രോസസർ യൂണിറ്റ്. പ്രോസസർ യൂണിറ്റ് ഇവിടെ സ്പ്ലിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. ഈ ഒരു എക്സാമ്പിളാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന പ്രോസസർ ഡിസൈനിൽ അവർ പ്രോസസ്സറിനെ ഡിവൈഡ് ചെയ്തിട്ട് അഡ്രസ് പ്രോസസർ ആൻഡ് ഡേറ്റ പ്രോസസർ എന്ന് പറഞ്ഞ 2 സെപ്പറേറ്റ് യൂണിറ്റ്സ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അത് അങ്ങനെയും ചെയ്യാം, അല്ല ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ നമുക്കിപ്പോൾ ഇതിനകത്തുള്ള എക്സാമ്പിളിൽ അഡ്രസ് പ്രോസസ്സറും ഡേറ്റ പ്രോസസ്സറും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡേറ്റ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോസസ്സറിന് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഡേറ്റാസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡേറ്റ പ്രോസസ്സർ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ അഡ്രസ് പ്രോസസ്സർ യൂണിറ്റ് അതിലോട്ട് നമ്മൾ പ്രോസസ്സറിലോട്ട് കൊടുക്കുന്ന അഡ്രസ് ഇൻഫർമേഷനെ റിസീവ് ചെയ്യാനും അതിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്രസ് പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഞാനിപ്പോൾ എൻ്റെ പ്രോസസ്സറിൽ ഒരു അഡ്രസ്സ് വെച്ചു, MARൽ ഒരു അഡ്രസ്സ് വെച്ചു, അത് റീഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ പ്രോസസ്സറിന് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അഡ്രസ്സാണ്. അപ്പോൾ ആ അഡ്രസ്സ് ആക്സസ് ചെയ്തിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ അതിലത്തെ വരുന്ന ഇൻഫർമേഷൻ എല്ലാം റിസീവ് ചെയ്തിട്ട് അതിനെ മെമ്മറിയിലോട്ട് അതിലത്തെ ഡേറ്റ എടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു അഡ്രസ് പ്രോസസ്സറാണ്. അപ്പോൾ അഡ്രസ് പ്രോസസ്സറിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം പ്രോഗ്രാം കൗണ്ടർ, MAR മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആൻഡ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഈ 3 യൂണിറ്റ്സ് ആണ് അഡ്രസ് പ്രോസസ്സർ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ ഡേറ്റ പ്രോസസ്സർ എന്നുള്ള ഭാഗമാണ്, ലൈക്ക് ALU അങ്ങനത്തെ ഇതെല്ലാം ഈ ഡേറ്റ പ്രോസസ്സറിനകത്താണ് വരിക. ALU ഒക്കെയാണ് ഡേറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന യൂണിറ്റ്സ്. ഇതിന് ഇവിടെ ഒരു മക്സും കൂടെ ഉണ്ട്. നമുക്ക് ഡേറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ മെമ്മറി യൂണിറ്റ് ഉണ്ട്. ഈ കാണുന്നത് നമ്മുടെ മൈക്രോ ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, ഒരു മൈക്രോ പ്രോഗ്രാം എടുത്താൽ അതിൻ്റെ ഒരു സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ ഇൻസ്ട്രക്ഷൻ. ഇതൊക്കെ എന്താണ് ഫീൽഡുകൾ എന്നുള്ളത് നമുക്ക് ലേറ്റർ നോക്കാം. ദെൻ ഇറ്റ് ക്യാൻ ഈവൻ ബി കമ്പൈൻഡ്, അതായത് ഡേറ്റ പ്രോസസ്സറും അഡ്രസ് പ്രോസസ്സറിനെയും കമ്പൈൻ ചെയ്തിട്ടും ചെയ്യാം. ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് നടക്കുമ്പോൾ, എന്താ ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്മറി യൂണിറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്ത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊണ്ടുവന്ന് ഡീകോഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്ന് വിളിക്കുക. ഓക്കെ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലോട്ട് ഡേറ്റ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ 2nd മോഡ്യൂളിൽ കംപ്ലീറ്റ് എക്സിക്യൂഷൻ ഓഫ് എൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ MARൽ ഒരു അഡ്രസ്സ് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് റീഡ്
കോൾ ചെയ്യും. റീഡ് കോൾ ചെയ്യുമ്പോൾ മെമ്മറി യൂണിറ്റിൽ നിന്ന് ആ ഡേറ്റ MDR മെമ്മറി ഡേറ്റ രജിസ്റ്ററിലോട്ട് വരും. അത് അവിടുന്ന് IR-ലോട്ട് മൂവ് ചെയ്യും, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, PC എന്താ, അടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന യൂണിറ്റ് ആണ് PC. ഓക്കെ, എപ്പോഴും അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് PC-ക്ക് അകത്ത് വരും. അതേ PC-ക്ക് സിമിലർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ മൈക്രോ പ്രോഗ്രാം സീക്വൻസറും. ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് നമ്മുടെ മൈക്രോ പ്രോഗ്രാമിൻ്റെ അഡ്രസ്സ് എടുത്തു വരുന്നത് മൈക്രോ പ്രോഗ്രാം സീക്വൻസറാണ്. അതുപോലെ തന്നെ ഇവിടെ ആക്ട് ചെയ്യുന്നതാണ് PC. അപ്പോൾ നമ്മൾ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ എവിടെ IR-ൽ വരും. IR-ൽ എത്തിക്കഴിഞ്ഞാൽ IR-നെ അസോസിയേറ്റ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ യൂണിറ്റ് ഉണ്ട്. സോ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ യൂണിറ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യും. ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻസ്ട്രക്ഷനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ. ആഡ് R1, R2 ആണെങ്കിൽ ആഡ് എന്നുള്ള ഓപ്കോഡ് എടുത്താൽ മനസ്സിലാവും അഡീഷൻ ആണ് ചെയ്യേണ്ടത്. R1, R2, R1ഉം R2ഉം സോഴ്സ് ആണ്. അതിൻ്റെ ഡെസ്റ്റിനേഷൻ R2 or R1 ഏതാണെന്ന് വെച്ചാൽ അത് ഒന്നാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഡീകോഡിങ് എന്നുള്ള പ്രോസസ്സ് പറയുന്നത്. അപ്പം നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ IR-ലുണ്ട്, അതിനെ ഡീകോഡ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക ആഡ് R1, R2 എന്നുള്ളതാണ് എൻ്റെ ഇൻസ്ട്രക്ഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഡീകോഡ് ചെയ്ത് അഡീഷൻ ആണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഇവിടെ മനസ്സിലാക്കി വെച്ചു. ഇനി നമുക്ക് എന്ത് വേണം, അഡീഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മൈക്രോ റൊട്ടീൻ അല്ലെങ്കിൽ മൈക്രോ പ്രോഗ്രാം ഇവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. കറസ്പോണ്ടിങ് ടു ഈച്ച് ഓപ്പ് കോഡ് ലൈക്ക് ആഡ് സബ് എന്നൊക്കെ പറഞ്ഞുള്ള ഓരോ ഓപ്പ് കോഡിനും കറസ്പോണ്ടിങ് ആയിട്ട് ദർ വിൽ ബി എ മൈക്രോ റൊട്ടീൻ. ഒരു മൈക്രോ റൊട്ടീൻ ഉണ്ടാവും. എവിടെയാണ് അത് ഉണ്ടാവുക, കൺട്രോൾ മെമ്മറിക്കകത്ത് നമ്മളൊരു മൈക്രോ റൊട്ടീൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ എന്ത് വേണം, ഇവിടെ വെച്ചിട്ട് ആഡ് ആണ് എൻ്റെ ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് മനസ്സിലായി. ഇനി ആഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈക്രോ റൊട്ടീൻ ഇവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ അതിന് ഇടയിൽ ഒരു യൂണിറ്റ് ഉണ്ട്, കോഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു യൂണിറ്റ്. അപ്പോൾ ഈ കോഡ് ട്രാൻസ്ഫോർമേഷൻ യൂണിറ്റിൻ്റെ ഡ്യൂട്ടി ഇതാണ്, മാപ്പിംഗ് എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത് കാര്യം. ഓക്കെ, എന്താണ് മാപ്പ് ചെയ്യുന്നത്, ഇവിടെ വെച്ചിട്ട് നമുക്കറിയാം ആഡ് ആണ് ഓപ്പ് കോഡ് എന്നുള്ളത് അറിയാം. പക്ഷെ ആഡ് കണ്ടാൽ വർക്ക് ചെയ്യേണ്ടത് എന്താ, വേറെ എന്തോ ഒരു മൈക്രോ റൊട്ടീൻ ആണ്, അത് കിടക്കുന്നത് ഈ കൺട്രോൾ മെമ്മറിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഏത് അഡ്രസ്സാണ് എവിടെയാണ് കിടക്കണതെന്നൊന്നും അറിയില്ല. അപ്പോൾ ആ ഡീറ്റെയിൽ തരുന്നത് നമുക്ക് കോഡ് ട്രാൻസ്ഫോർമേഷൻ യൂണിറ്റ് ആണ്. കോഡ് ട്രാൻസ്ഫോർമേഷൻ യൂണിറ്റിൻ്റെ പരിപാടി എന്താ, ടു മാപ്പ് എ ഓപ്പ് കോഡ് ടു ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് എ മൈക്രോ റൊട്ടീൻ. ഓക്കെ, ആഡ് എന്ന് പറഞ്ഞ ഓപ്പ് കോഡിൻ്റെ മാപ്പ് ചെയ്യാണ്. എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത്, ആഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈക്രോ റൊട്ടീൻ ഈ കൺട്രോൾ മെമ്മറിയിൽ ഉണ്ടാവും അല്ലേ, അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലോട്ട് ആഡിനെ മാപ്പ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഈ കോഡ് ട്രാൻസ്ഫോർമേഷൻ യൂണിറ്റ് ചെയ്യുന്നത്. ഓക്കെ, കോഡ് ട്രാൻസ്ഫോർമേഷൻ മാപ്സ് ദ ഓപ്പ് കോഡ് ലൈക്ക് ആഡ് ടു ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് മൈക്രോ റൊട്ടീൻ. ഓക്കെ, അപ്പോൾ ഇതാണ് കോഡ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എവിടം വരെയായി, ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തു, നമ്മുടെ കോഡ് ട്രാൻസ്ഫോർമേഷൻ യൂണിറ്റ് അതിനെ മാപ്പ് ചെയ്തു. ഈ കോഡ് ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടൊരു സർക്യൂട്ടാണ്. അത് ഒന്നെങ്കിൽ PLA വെച്ച് ഡിസൈൻ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ റോമിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ട് റൈറ്റ് ചെയ്ത് വെച്ചൊരു പ്രോഗ്രാമാണ്. അപ്പോൾ റോമിലും ചെയ്യാം PLA-ലും ചെയ്യാം. ഈ ഒരു എക്സാമ്പിളിൽ PLA വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ബ്രാക്കറ്റിൽ PLA എന്ന് ഇട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, മാപ്പിംഗ് ഫംഗ്ഷൻ ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് വിത്ത് PLA ഓർ റോം. ഓക്കെ, നമ്മളിപ്പോൾ മാപ്പ് ചെയ്ത് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് കിട്ടി. ഓക്കെ, മൈക്രോ റൊട്ടീൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഇവിടെ വെച്ച് കിട്ടി. ഇനി എന്താ അടുത്തതെന്നുള്ളത് നോക്കാം. Then the address generated by the code transformation generate ചെയ്ത് വെച്ച അഡ്രസ്സ് നമ്മൾ അടുത്ത യൂണിറ്റിന് കൊടുക്കുകയാണ്. അടുത്ത യൂണിറ്റ് ആരാ, മൈക്രോ പ്രോഗ്രാം സീക്വൻസർ ആണ് നെക്സ്റ്റ് യൂണിറ്റ്. അപ്പോൾ ഇവിടെ കിട്ടിയ അഡ്രസ്സ് നമ്മൾ മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന് സപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഏത് കൂടെ, എക്സ്റ്റേണൽ അഡ്രസ് ഇൻപുട്ട് ഉണ്ട് മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന്, അങ്ങനെ ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്. ആ ഒരു ഇൻപുട്ട് ലൈനിൽ കൂടെയാണ് നമ്മൾ ഈ അഡ്രസ്സ് മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന് കൊടുക്കാൻ പോകുന്നത്. ഇനി മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്താണ്, അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കണ്ടു നോക്കുക. മൈക്രോ പ്രോഗ്രാം സീക്വൻസർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ഇപ്പോൾ എവിടെയുണ്ട്, മൈക്രോ പ്രോഗ്രാം സീക്വൻസറിലുണ്ട്. മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ത് ചെയ്യും, ആ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെ കൺട്രോൾ മെമ്മറിയിലോട്ട് കൊടുക്കും. ഓക്കെ, കൺട്രോൾ മെമ്മറിയിലോട്ട് ആ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ 1000 എന്നുള്ള അഡ്രസ്സാണ് കൺട്രോൾ മെമ്മറിക്ക് കൊടുത്തതെന്നുണ്ടെങ്കിൽ 1000 എന്ന മെമ്മറി ലൊക്കേഷനിലുള്ള മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ 0s and 1s സീക്വൻസ് ആണ്. കൺട്രോൾ വേർഡ് എന്നും നമ്മൾ അതിനെ പറയും. ഓക്കെ, സോ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, അത് ഔട്ട്പുട്ടായിട്ട് തരും, കൺട്രോൾ മെമ്മറി ഔട്ട്പുട്ടായിട്ട് തരും. ഓക്കെ,
The microprogram control unit consists of microprogram control unit നാത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അതിനകത്തുള്ളത് microprogram sequencer, control memory, Emacs. ഈ 3 യൂണിറ്റിനെയാണ് നമ്മൾ microprogram control unit എന്ന് വിളിക്കുന്നത്. So first one sequencer എന്തിനു വേണ്ടിയിട്ടാണ്? നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് sequencer. Then control memory എന്ത് ചെയ്യുന്നു? എല്ലാ മൈക്രോ ഇൻസ്ട്രക്ഷൻസും ഓർ മൈക്രോ പ്രോഗ്രാംസ് കംപ്ലീറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഈ കൺട്രോൾ മെമ്മറിക്കകത്താണ്. And there comes a multiplexer. Okay. ഇതാണ് മൈക്രോപ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്. ദെൻ ഇവിടെ ഒരു പൈപ്പ് ലൈൻ രജിസ്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. പൈപ്പ് ലൈൻ രജിസ്റ്റർ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതെന്നെ വെച്ച് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നൊന്നുമില്ല, നോർമൽ രജിസ്റ്റേഴ്സ് വെച്ചിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ മൈക്രോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ആണിത്. MUIR എന്ന് പറയും. നമ്മുടെ ഈ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് മൈക്രോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അപ്പോൾ അത് പൈപ്പ് ലൈൻ രജിസ്റ്റർ വെച്ചിട്ടും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നാണ് പറയുന്നത്, സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട്. ദെൻ ഇതാണ് ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ. നമുക്കിതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് 6 ഫീൽഡാണ് ഉള്ളത്. ഓക്കെ, 1, 2, 3, 4, 5 and 6. നമുക്ക് ഇനി ഓരോ ഫീൽഡുകളും എന്താണെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് 3 ഫീൽഡ്, ആദ്യത്തെ 3 ഫീൽഡ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീക്വൻസർ ഉണ്ടല്ലോ, മൈക്രോ പ്രോഗ്രാം സീക്വൻസർ. ഈ സീക്വൻസറിന് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് ഇൻഫർമേഷനാണ് കൊടുക്കാൻ? നെക്സ്റ്റ് അഡ്രസ്സ്, അടുത്ത മൈക്രോ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഈ സീക്വൻസറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആദ്യത്തെ 3 യൂണിറ്റും ഈ 3 ഫീൽഡ് യൂസ് ചെയ്തിരിക്കുന്നത്. I, SL and BRA, ഈ 3 യൂസ് ചെയ്യുന്നത്. ഇനി ഈ 3 എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ I ഫീൽഡ്. I ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു 3-ബിറ്റ് ഫീൽഡാണ്. ഈ 3-ബിറ്റ് ഫീൽഡ് എന്താ ചെയ്യുന്നത്? നമ്മുടെ സീക്വൻസറിന്റെ ഇൻപുട്ടാണ് ഈ 3-ബിറ്റ് ഫീൽഡ്. മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്ന ടോപ്പിക്ക് കണ്ട ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. I0 to I2, I0, I1, I2 അങ്ങനെ 3 ഇൻപുട്ട് നമ്മൾ മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഇൻപുട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത് മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന് 4 തരത്തിലൊക്കെ അഡ്രസ്സ് എടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ എക്സ്റ്റേണൽ അഡ്രസ്സ് എടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റാക്കിന് സബ് റൂട്ടീൻ കോളിൽ വരുന്ന അഡ്രസ്സ് എടുക്കാം, ബ്രാഞ്ച് അഡ്രസ്സ് എടുക്കാം, അതല്ലെങ്കിൽ നോർമൽ ഇൻക്രിമെന്റ് എടുക്കാം. അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഏതെടുക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഈ I0, I1, I2 എന്ന് പറഞ്ഞ ഈ 3 ഇൻപുട്ട് വാല്യൂസ് ആണ്. അപ്പൊ ആ ഇൻപുട്ട് വാല്യൂസ് എവിടെ നിന്നാണ് നമ്മുടെ മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന് കിട്ടുന്നത്? മൈക്രോ ഇൻസ്ട്രക്ഷനകത്ത് തന്നെ ആ ഡീറ്റെയിൽ ഉണ്ട്. ആദ്യത്തെ 3 ഫീൽഡ് I എന്നുള്ള ഫീൽഡ് I0, I1 and I2 ആണ്. ഇനി അടുത്തത് എന്താ നോക്കാം, SL ഫീൽഡ്. SL ഫീൽഡ് എന്ന് വെച്ചാൽ സ്റ്റാറ്റസ് ബിറ്റ് ഫോർ ദ മൾട്ടിപ്ലെക്സർ. ഇവിടെ കണ്ടോ, ഈ SL കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ മൾട്ടിപ്ലെക്സറിലോട്ടാണ്. ഈ മൾട്ടിപ്ലെക്സറിലേക്ക് സ്റ്റാറ്റസ് ബിറ്റും 1 എന്നുള്ള വാല്യൂ പോകുന്നുണ്ട്. ദെൻ T എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് ബിറ്റ് മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന് ഉള്ളിലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ടോപ്പിക്കിൽ 3 കമ്പൈൻഡ് ആണ്. കൺട്രോൾ ഓഫ് പ്രോസസർ യൂണിറ്റ് എന്നുള്ള ടോപ്പിക്കും മൈക്രോ പ്രോഗ്രാം സീക്വൻസറും എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ് ഈ ടോപ്പിക്സ്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കൺട്രോൾ ഓഫ് പ്രോസസർ യൂണിറ്റ് കാണാം, ദെൻ മൈക്രോ പ്രോഗ്രാം സീക്വൻസർ കാണാം, എന്നിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ഓക്കെ, അപ്പോൾ കൺട്രോൾ ഓഫ് പ്രോസസർ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു, പ്രോസസറിന് വരുന്ന കുറച്ച് സ്റ്റേറ്റസ് ബിറ്റുകൾ നമ്മൾ മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ബിറ്റ്സ് ആയിരുന്നു അതിൽ പറഞ്ഞത്? V ഫോർ ഓവർഫ്ലോ, ക്യാരിയുടെ കോംപ്ലിമെന്റ്, സൈനിന്റെ കോംപ്ലിമെന്റ്, 0ന്റെ കോംപ്ലിമെന്റ്, ദെൻ 1 എന്ന് പറഞ്ഞിട്ടൊരു പെർമനന്റ് ബിറ്റ്, അൺകണ്ടീഷണൽ ജമ്പിന് വേണ്ടിയിട്ട് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർമനന്റ് ബിറ്റ്. ഇത്രയും ബിറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ മൾട്ടിപ്ലെക്സറിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ആ മൾട്ടിപ്ലെക്സർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റാത്തത് ഫിഗർ ഭയങ്കര കോംപ്ലക്സ് ആയി പോകും. അത് കാരണം കൊണ്ടാണ് ഇങ്ങനെ പാർട്ടായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ സ്റ്റാറ്റസ് ബിറ്റുകളാണ് ഈ മക്സിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. മൾട്ടിപ്ലെക്സർ എന്ത് ചെയ്യും? നമ്മുടെ മൈക്രോ പ്രോഗ്രാം ഇൻസ്ട്രക്ഷനിലുള്ള ഈ ബിറ്റിന്റെ വാല്യൂ നോക്കിയിട്ട്, സെലക്ട് ബിറ്റിന്റെ വാല്യൂ നോക്കിയിട്ട് അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ഇൻപുട്ട് വാല്യൂ ചൂസ് ചെയ്തിട്ട് ഈ ടെസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞ ലൈനിൽ കൂടെ മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന് സപ്ലൈ ചെയ്യും. ഓക്കെ, സോ മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന്റെ വർക്കിങ്ങും അറിഞ്ഞിരിക്കണം ഇതറിയണമെങ്കിൽ. ഓക്കെ, ദെൻ തേർഡ് വൺ BRA, ബ്രാഞ്ച് അഡ്രസ്സിന്റെ ഫീൽഡാണ് ഇത്. ബ്രാഞ്ച് അഡ്രസ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന് 4 ടൈപ്പിൽ അഡ്രസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിത് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ ബ്രാഞ്ച് ഫീൽഡ് നമുക്കിത് കൊടുക്കേണ്ടത് മൈക്രോ പ്രോഗ്രാം സീക്വൻസറിനാണ്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട്
ഓക്കെ, നമ്മൾ മൈക്രോ പ്രോഗ്രാം സീക്വൻസറിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ബ്രാഞ്ച് BRA ഫീൽഡ് അഡ്രസ് ഫീൽഡ് ഓഫ് ദി മൈക്രോ ഇൻസ്ട്രക്ഷൻ. ഇതിനെയാണ്, ഈ ഫീൽഡിനെയാണ് നമ്മൾ അഡ്രസ് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ദിസ് ഇസ് അഡ്രസ് ഫീൽഡ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻ ആൻഡ് സപ്ലൈസ് എ ബ്രാഞ്ച് അഡ്രസ്. ഓക്കെ, ബ്രാഞ്ച് അഡ്രസ് ടു ദ സീക്വൻസർ. എടുത്തിട്ട് സീക്വൻസറിനാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 3 ഫീൽഡ്, ഐ ഫീൽഡ്, SL ഫീൽഡ്, BRA. ഐ എന്ന് പറയുമ്പോൾ മൈക്രോ പ്രോഗ്രാം സീക്വൻസറിന്റെ ഇൻപുട്ട് ആണ് I0, I1 ആൻഡ് I2. SL എന്ന് പറയുമ്പോൾ സ്റ്റാറ്റസ് ബിറ്റുകളാണ്. മൾട്ടിപ്ലക്സറിനാണ് അത് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, മൾട്ടിപ്ലക്സറിലോട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. ഇവിടെ ഇങ്ങോട്ടാണ് SL ഫീൽഡ് കണക്ട് ചെയ്യുന്നത്. ദെൻ BRA എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് ഫീൽഡ് മൈക്രോ പ്രോഗ്രാം സീക്വൻസറിനാണ് നമ്മളത് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ള ഫീൽഡ്സ് നോക്കാം. അടുത്ത 3 ഫീൽഡ്, ഓക്കെ, റിമൈനിങ് 3 ഫീൽഡ്സ് MC, PS ആൻഡ് DF. ഈ 3 ഫീൽഡ് ആണ് നമ്മുടെ മൈക്രോ ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രോസസ്സറിലും മെമ്മറി യൂണിറ്റിലൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ മൈക്രോ ഇൻസ്ട്രക്ഷൻ പ്രോസസ്സറിനും മെമ്മറി യൂണിറ്റിലൊക്കെ എന്ത് ഡിഫറൻസ് ആണ് വരുത്തേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഈ 3 യൂണിറ്റ് ആണ്, MC, PS ആൻഡ് DF. അപ്പോൾ അത് ഓരോന്ന് എന്താന്ന് നോക്കാം. MC ഫോർ മെമ്മറി കൺട്രോൾ. ഓക്കെ, ഇപ്പൊ ഈ മെമ്മറി കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അഡ്രസ് പ്രോസസ്സർ ഉണ്ടല്ലോ, അഡ്രസ് പ്രോസസ്സറിനെ കൺട്രോൾ ചെയ്യുന്നതും റീഡ് ആൻഡ് റൈറ്റ്, മെമ്മറി യൂണിറ്റിലോട്ട് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നതും ഈ MC ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു അഡ്രസ് ഫീൽഡിലോട്ട്. അപ്പോൾ നമ്മൾ MCനെ എങ്ങോട്ട് എടുക്കണം? MC എടുത്തിട്ട് അഡ്രസ് ഫീൽഡിലോട്ട്, അഡ്രസ് പ്രോസസ്സറിലോട്ട് ഒരു കണക്ഷൻ ആദ്യം കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുത്തു, അഡ്രസ് പ്രോസസ്സറിലോട്ട് ഞാൻ കൊടുത്തു. ഓക്കെ, എൻ്റെ അഡ്രസ് പ്രോസസ്സറിൽ PC ഉണ്ട്, MAR ഉണ്ട്, IR ഉണ്ട്. അപ്പോൾ അഡ്രസ് പ്രോസസ്സറിലോട്ട് കൊടുത്തു. ഇനി അടുത്ത ഡ്യൂട്ടി എന്താ? മെമ്മറി യൂണിറ്റിന്റെ റീഡ് ആൻഡ് റൈറ്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. സോ ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? മെമ്മറി യൂണിറ്റിലോട്ടും കണക്ട് ചെയ്തു. ഓക്കെ, സോ മെമ്മറി കൺട്രോൾ എന്ത് ചെയ്യുന്നു? അഡ്രസ് പ്രോസസ്സറിനെ കൺട്രോൾ ചെയ്യുന്നു ആൻഡ് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ ഇൻ മെമ്മറി യൂണിറ്റ്. ഓക്കെ, ദെൻ അടുത്തതാണ് പ്രോസസ്സർ സെലക്ട്. പ്രോസസ്സർ സെലക്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഡേറ്റ പ്രോസസ്സർ യൂണിറ്റ് ഉണ്ടല്ലോ, ഡേറ്റനെ പ്രോസസ്സ് ചെയ്യുന്ന നമ്മുടെ ALU എല്ലാം ഇതിനകത്തായിരിക്കും വരുന്നുണ്ടാവുക. സോ ഈ ഡേറ്റ പ്രോസസ്സർ യൂണിറ്റിന്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നതാണ് ഈ PS എന്ന് പറഞ്ഞ യൂണിറ്റ്. അപ്പം നമുക്ക് പ്രോസസ്സർ സെലക്റ്റിനെ എടുത്തിട്ട് എങ്ങോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്? ഡേറ്റ പ്രോസസ്സറിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ ഡേറ്റ പ്രോസസ്സറിലോട്ടും കൊടുത്തു, ഇതിന് മക്സിലോട്ടും ഈ വാല്യൂ കൊടുത്തു. കാരണം മക്സിന്ന് വരുന്ന സെലക്ട് വാല്യൂ അനുസരിച്ചാണ് ഡേറ്റ പ്രോസസ്സറിലോട്ട് ഇൻപുട്ട് വരുന്നത്. അപ്പം നമ്മളിത് രണ്ടിലോട്ടും കണക്ട് ചെയ്ത് വെച്ചു. And the last field, data field. Okay, so ഈ ഡേറ്റ ഫീൽഡ് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് പ്രോസസ്സറിലോട്ട് കോൺസ്റ്റന്റ് വാല്യൂസ് എപ്പോഴെങ്കിലും കൊടുക്കേണ്ടി വരുമ്പോഴാണ് ഈ ഡേറ്റ ഫീൽഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യേണ്ടത് പ്രോസസ്സറിലോട്ടാണ്. സോ ഇതിനെ ഇവിടുന്ന് എടുത്തിട്ട് നമ്മൾ ഈ മക്സിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ യൂഷ്വലി എക്സ്റ്റേണൽ ഇൻപുട്ടൊക്കെ റെപ്രസെന്റ് ചെയ്യില്ലേ, അതേപോലെ ഈ മക്സിലോട്ട് വാല്യൂ കൊടുത്തു. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് 3 ഫീൽഡുകൾ MC, മെമ്മറി കൺട്രോൾ ഫീൽഡ് അഡ്രസ് പ്രോസസ്സറിനെയും, ഓക്കെ, ഈ അഡ്രസ് പ്രോസസ്സറിനെ കൺട്രോൾ ചെയ്യാനും, ദെൻ അടുത്തത് ഈ മെമ്മറി യൂണിറ്റിന്റെ റീഡ് ആൻഡ് റൈറ്റ് ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ കംസ് പ്രോസസ്സർ സെലക്ട്. അതിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡേറ്റ പ്രോസസ്സറിനെ കൺട്രോൾ ചെയ്യാണ് അതിന്റെ പണി. അതുകൊണ്ട് നമ്മളത് മക്സിലോട്ടും ഡേറ്റ പ്രോസസ്സറിലോട്ടും കണക്ട് ചെയ്ത് വെക്കും. ദെൻ ലാസ്റ്റ് ഫീൽഡ് ഡേറ്റ ഫീൽഡ്, അത് പ്രോസസ്സറിന് കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് മക്സിലോട്ടും കണക്ട് ചെയ്ത് വെച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഈ മൈക്രോ പ്രോഗ്രാംഡ് CPU ഓർഗനൈസേഷൻ എന്നുള്ള ടോപ്പിക്കിനകത്ത് വരുന്നത്. അപ്പം നമ്മൾ ഇതൊരു 10 മാർക്സിന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതണം, എന്താണ് മൈക്രോ പ്രോഗ്രാം CPU ഓർഗനൈസേഷൻ എന്നുള്ളത് എഴുതണം. ദെൻ ഈ ഫിഗർ വരയ്ക്കണം. ഈ ഫിഗർ വരച്ചിട്ട് ഈ ഓരോ യൂണിറ്റ്സിൻ്റെയും ഫങ്ഷൻസ് റെപ്രസെന്റ് ചെയ്യണം. ഇപ്പോൾ അഡ്രസ് പ്രോസസ്സറിനകത്ത് എന്തൊക്കെയുണ്ട്, കോഡ് ട്രാൻസ്ഫോർമേഷൻ എന്തിനാണ്, മൈക്രോ പ്രോഗ്രാം സീക്വൻസർ എന്തിനാണ്, കൺട്രോൾ മെമ്മറി എന്തിനാണ്, ഈ പിന്നെ അടുത്തത് പറയേണ്ടത് ഈ മൈക്രോ ഇൻസ്ട്രക്ഷന്റെ ഫോർമാറ്റ് ആണ്. ഇതിൽ 6 ഫീൽഡുകളുണ്ട്. ഈ 6 ഫീൽഡുകളുടെയും ഫങ്ഷൻസ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഫിഗർ വരയ്ക്കുക. ഇത്രയും ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് 10 മാർക്സ് കിട്ടാവുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പോൾ 10 മാർക്സിനാണ് യൂഷ്വലി ഇത് ചോദിക്കാറുള്ളത്. എക്സ്പ്ലെയിൻ ദ ഓർഗനൈസേഷൻ ഓഫ് മൈക്രോ പ്രോഗ്രാംഡ് കമ്പ്യൂട്ടർ വിത്ത് എ ബ്ലോക്ക് ഡയഗ്രാം. എപ്പോഴും ഡയഗ്രാം വരയ്ക്കുക, ഇതിൻ്റെ മാക്സിമം ഇതിൻ്റെ ഡയഗ്രാം വരയ്ക്കുക.
അപ്പോൾ അത് 10 മാർക്സിനാണ്. മെയ് 2019 ചോദിച്ചിട്ടുള്ളത് 10 മാർക്സിനാണ്. റൈറ്റ് എ നോട്ട് ഓൺ മൈക്രോപ്രോഗ്രാംഡ് CPU ഓർഗനൈസേഷൻ 5 മാർക്കിന് ജൂലൈ 2017 ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിനായിട്ട് ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ഫിഗർ വരയ്ക്കുക, ദെൻ ഏറ്റവും സിമ്പിളായിട്ട് അതിൻ്റെ കോമ്പോണൻസ് റെപ്രസെൻറ്റ് ചെയ്യുക. നമുക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരെണ്ണം ഉണ്ടാവും. ഓക്കെ, 10 മാർക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടാവും ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ 5 മാർക്കും കൂടെ അറ്റൻഡ് ചെയ്യാനുള്ള ടൈം നമ്മൾ കണ്ടു വെച്ചിട്ട് വേണം അത് എഴുതാൻ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പോയിന്റ്സ് കുറയ്ക്കുക, ഫിഗർ വരയ്ക്കുക. ഫിഗർ വരയ്ക്കുമ്പോൾ തന്നെ നോക്കുന്നവർക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അത് അറിയാം ആ ടോപ്പിക് എന്നുള്ളത് മനസ്സിലാവും. ദെൻ എക്സ്പ്ലെയിൻ മൈക്രോപ്രോഗ്രാം CPU ഓർഗനൈസേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. മെയ് 2017 ചോദിച്ചിട്ടുള്ളതാണ്, 10 മാർക്സ്. സോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.